സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജൂൺ വരെയുള്ള കരുതൽ ശേഖരമാണ് ഡാമുകളിലുള്ളത്. അധിക വൈദ്യുതിക്കായി പുതിയ കരാറുകൾ ഒപ്പിട്ടതായും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാം, വേനൽ കടുക്കുകയാണ്, അതോടൊപ്പം വൈദ്യുതിയുടെ ഉപഭോഗവും കൂടുകയാണ്. ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്? അതിനു മുൻപ് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. വൈദ്യുതി ഇപ്പോഴത്തെ ഉപയോഗം 111 ദശലക്ഷം യൂണിറ്റ് വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 15% കൂടുതലാണ്. നമ്മുടെ ആളുകളുടെ ഉപയോഗം, നമ്മൾ ഒരു എ സികളിലൂടെയൊക്കെ 4 AC ഒക്കെ വയ്ക്കാൻ തുടങ്ങി. ഇതൊക്കെ തന്നെയാണ് അതേപോലെ രാത്രി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ഫലം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ഉൽപ്പാദനമാണെങ്കിൽ കഷ്ടി 20% മാത്രമേ ഉള്ളൂ. നമ്മൾ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമുക്കതിലൊരു പാഠം പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിൽ ഈ വേനൽക്കാലം എങ്ങനെയെങ്കിലും തരണം ചെയ്യുന്നതാണ് പ്രതീക്ഷ. കുറച്ച് ജനങ്ങളും കൂടി സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, ഇപ്പോൾ ഉണ്ടാകാതെ നമ്മൾ കൂടുതൽ വില കൊടുത്തിട്ടാണെങ്കിൽ ലോഡ് ഷെഡിങ് ഇല്ലാതെ കഴിക്കാനാണ് ശ്രമിക്കുന്നത്. എസ് ശ്യാംകുമാറിലേക്ക് വീണ്ടും പോവുകയാണ്. ശ്യാം, വേനൽ കടുക്കുകയാണ്, അതോടൊപ്പം വൈദ്യുതിയുടെ ഉപഭോഗവും കൂടുകയാണ്. ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, എത്രത്തോളം വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനം ഇപ്പോൾ നേരിടുന്നുണ്ട്, ഇത് മറികടക്കാൻ എന്തൊക്കെ തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്? ശ്യാം. ശ്രീലക്ഷ്മി, സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുവെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ 2 പുതിയ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. 425 മെഗാവാട്ട് വൈദ്യുതിയാണ് മെയ് മാസത്തിലേക്ക് വേണ്ടി മാത്രം ഒരു ഹ്രസ്വകാല കരാർ ഒപ്പിട്ടിരിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ നിന്ന് 5 രൂപ 45 പൈസയ്ക്കാണ് ഒരു കരാറിൽ വൈദ്യുതി വാങ്ങുന്നത്. മറ്റൊരു കരാറിൽ ഇതിലും കൂടിയ തുകയ്ക്കാണ് വൈദ്യുതി വാങ്ങുന്നതെന്നും വൈദ്യുതി മന്ത്രി പറയുന്നു. നിലവിൽ പ്രതിദിന ഉപഭോഗമൊക്കെ സർവ്വകാല റെക്കോർഡിലാണ്. പലപ്പോഴും ഇത് ട്രാൻസ്ഫോമറുകൾ ഉൾപ്പെടെ അധിക ഉപയോഗം വരുമ്പോൾ കേടാകുകയും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും നിരന്തരമായി ട്രാൻസ്ഫോമറുകൾ ഉൾപ്പെടെ നശിച്ചു പോകുന്ന ഒരു സ്ഥിതി പോലും ഉണ്ട് കേരളത്തിൽ എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. ജൂൺ വരെയുള്ള കരുതൽ ശേഖരം മാത്രമാണ് ഡാമുകളിൽ ജലമുള്ളത്. ഏതായാലും ജനങ്ങൾ കൂടുതൽ സഹകരിക്കണമെന്ന് തന്നെയാണ് വൈദ്യുതി മന്ത്രി അഭ്യർത്ഥിക്കുന്നത്. അതുണ്ടായില്ലെങ്കിൽ കൂടുതൽ വില കൊടുത്ത വൈദ്യുതി വാങ്ങേണ്ടി വരും. ഇതിൻ്റെ ഭാരം സ്വാഭാവികമായും ആളുകളിലേക്ക് തന്നെ എത്തുമെന്നും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. ഏതായാലും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. എന്നാൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്നുകൂടി വൈദ്യുതി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകിയത്.